ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു വിഷു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ആ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലെ അത് പ്രസ് ചെയ്തിട്ട് ചാനൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിലായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണുന്നുണ്ടാവും. അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറായിട്ട് ഞാൻ അതുപോലെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമാണ്. അതായത് പച്ചടിയാണ് ചെയ്യുന്നത്. അതും പച്ചമാങ്ങ കൊണ്ടുള്ളൊരു പച്ചടിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് പച്ചമാങ്ങ കൊണ്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് വെച്ചിട്ട് പച്ചടി അതുപോലെ തന്നെ കിച്ചടിയൊക്കെ ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിലാണ് നമുക്ക് പച്ചടി തയ്യാറാക്കാൻ. അതുപോലെ പച്ചമാങ്ങ എന്നുള്ളത് പുളിയുള്ളൊരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൈരൊന്നും ചേർക്കാതെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു പച്ചമാങ്ങ പച്ചടി. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പച്ചമാങ്ങ പച്ചടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പച്ചടിക്ക് വേണ്ടത് മെയിനായിട്ട് പച്ചമാങ്ങ തന്നെയാണ്. പച്ചമാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് തൈര് ചേർക്കേണ്ടതില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ തൊലിയൊന്നും കളയാതെയാണ് കട്ട് ചെയ്തെടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു പച്ചമാങ്ങയാണ്, ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു പച്ചമാങ്ങയാണ്. ഇനി നമ്മൾ ഇതുപോലൊരു പാന് എടുത്ത് സ്റ്റൗവിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, നാടൻ വിഭവമാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റു ഓയിലുകളൊന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2-3 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ ഈ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ ഒരു വറ്റൽമുളകൊക്കെ പെട്ടെന്ന് കളർ മാറും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ 2 പച്ചമുളക് വളരെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി. അത് നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഇതിനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇഞ്ചിയൊക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ പാകത്തിന് മാത്രം മതി, ഒരുപാടൊന്നും കൂടരുത്. അതുപോലെ തന്നെ പച്ചമുളകും ഒരു 2 മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമാങ്ങയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ എടുക്കുമ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുള്ള പച്ചമാങ്ങയാണെങ്കിൽ കൂടുതൽ പുളിയും അതുപോലെ കൂടുതൽ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഒരു സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുക്കാകുമ്പോൾ നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അതിന് പാടുള്ളവരാണെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക, അതല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുക്കുമ്പം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് ചേർക്കേണ്ട, നമുക്ക് ഫൈനലായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അത്യാവശ്യം പുളിയുള്ളതാണ് മാങ്ങ, അപ്പോൾ പിന്നെ നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് വരെ ഈ ഒരു ഓയിലിൽ ഇതൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കണം. ശേഷമാണ് നമ്മളിതിലേക്ക് അടുത്ത് ചേർക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പച്ചടി കുക്ക് ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങ അരച്ചിട്ടല്ല നമ്മൾ ചേർക്കുന്നത്, തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. അതൊരു 1/4 കപ്പോളം എടുക്കാം. 1/4 കപ്പോളം 2ാം പാൽ എടുക്കണം തേങ്ങയുടെ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള തേങ്ങ, ഫ്രീസാക്കിയിട്ടുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ നമ്മളിത് പുറത്തെടുത്ത് വെക്കുമല്ലോ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ എടുക്കുക. അതല്ലെങ്കിൽ നമ്മളിതുപോലെ ഇപ്പോൾ തേങ്ങാപ്പാൽ കുക്ക് ചെയ്ത് തിളപ്പിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ വെന്തതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ പാല് ചേർക്കുന്നത്, തേങ്ങയുടെ ആദ്യത്തെ പാല് ചേർക്കുന്നത്.
അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പച്ചമാങ്ങയും തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളെ ചേർത്തിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാൽ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതുപോലെ നമുക്ക് ഒത്തിരി വലിയ പീസായിട്ട് കാണുന്ന പച്ചമാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണമെങ്കിൽ, ഒത്തിരി ഉടച്ച് ഇതായി പോകണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന തന്നെയാണ് ഈ ഒരു പച്ചടിയിൽ ടേസ്റ്റ്. ഒത്തിരി വലുതായിട്ട് കാണുന്ന പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ഒന്നാം പാൽ നമ്മളിതിലേക്ക് ചേർക്കണം. ഒന്നാം പാൽ ഇപ്പോൾ ഞാനൊരു 1/4 കപ്പോളം എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല പച്ചടി ചെയ്യുന്നത്, കുറുകിയിരിക്കുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ ഒരുപാടൊന്നും ഇനി ചേർക്കേണ്ട. ഒരു 1/4 കപ്പോളം ഒന്നാം പാൽ ചേർക്കുക തേങ്ങയുടെ. അതുകൊണ്ട് ചേർത്തിട്ട് അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളക്കാൻ അനുവദിക്കരുത്. പിന്നെ നമുക്ക് തിളക്കേണ്ട ആവശ്യമില്ല, ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് ആ ഒരു ഒന്നാം പാലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മളിത് എക്സ്ട്രാ താളിക്കൊന്നുമില്ല, ആദ്യമേ തന്നെ നമ്മൾ എല്ലാം ചെയ്തതാണ്. അതായത് കറിവേപ്പില പച്ചമുളകൊക്കെ ചേർത്തിയാണ്. അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ പച്ചടിയും കൂടി നിങ്ങൾ സദ്യയുടെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ടേസ്റ്റി സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.